ഹായ് ഹലോ, ഞാൻ എവിടെയാണ് ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? സാധാരണ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നല്ലല്ലോ ഉണ്ടാകുന്നതെന്ന്. അതെ, ഇതെൻ്റെ വീടാണ്. എൻ്റെ അനിയൻ്റെ കല്യാണം പ്രമാണിച്ച് 2 ആഴ്ച മുമ്പേ ഞാൻ നാട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കല്യാണ പെണ്ണിൻ്റെ കല്യാണ സാരിയും ഡ്രസ്സുകളും ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. പോകാനായി ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ പള്ളിക്കുന്നിൽ. ഇതെൻ്റെ മൂത്തപ്പൻ്റെ മോളാണ് സ്നേഹക്കുട്ടി. അവൾക്ക് ഭയങ്കര മടിയാണ്, എന്നെപ്പോലൊന്നുമല്ല. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. ഞാനും എൻ്റെ അച്ഛനും അമ്മയും സുസുക്കി ആവിയും സ്നേഹയും കൂടിയാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ കൂടെ 2 പേര് വരുന്ന പറഞ്ഞത്. അപ്പം ഞങ്ങൾ കണ്ണൂരിലെ കല്യാൺ സിൽക്സിൽ എത്തിയിരിക്കുകയാണ്. പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഞങ്ങൾ പോവുകയാണ്. നേരെ വെഡ്ഡിങ് സെക്ഷൻ, വെഡ്ഡിങ് സാരി ഒന്നിച്ച് അവിടെ എത്തുന്ന വിചാരിച്ചത്. പെണ്ണിൻ്റെ വീട് പയ്യന്നൂരാണ്. അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തി. പക്ഷെ അവരെത്തിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചതിന് എന്തായാലും കയറി അവിടെ ഇരിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ നടന്ന് വെഡ്ഡിങ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ അച്ഛൻ. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ നിറയെ ഡ്രസ്സുകളൊക്കെ കാണാൻ എന്ത് രസമല്ലേ. ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയി നമുക്കൊരിക്കലും ബോറടിക്കില്ല. പല ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ട് കാണുമ്പോൾ അയ്യോ അത് വേണമായിരുന്നു. പക്ഷെ ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ പോയി ഇതൊക്കെ കാണാറില്ലല്ലോ വിചാരിക്കും. പിന്നെ അവരെന്താണ് ഇത് ഇവിടെ ഇരിക്കും മാഡം, നമുക്ക് നോക്കാം. ഞങ്ങൾ പറഞ്ഞ പെണ്ണ് വരട്ടെ എന്നിട്ട് നോക്കാം. അതൊന്നും പറ്റില്ല, നിങ്ങൾ വെറുതെ ഇവിടെ ഇരിക്കും, നമുക്ക് ഇവിടെയുള്ള സാരിയൊക്കെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ നോക്കാൻ വേണ്ടി വെറുതെ അവിടെ ഇരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ സാരിയൊക്കെ നോക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞങ്ങൾ പെണ്ണിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കളറാണ് വേണ്ടത്. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ റെഡ് സാരിയൊക്കെ എന്നാൽ എടുത്ത് വെച്ചോ, എന്നാൽ അവൾ വന്നാൽ പെട്ടെന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞായിരുന്നു. അതിനിടയിൽ സുസുക്കീൻ്റെ പിന്നാലെ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. സുസുക്കി അത് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അതിനിടയിൽ കുറേ ചോളിയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. എൻ്റെ കണ്ണെപ്പോഴും റെഡ് കളർ, പിങ്ക് കളർ അതിനുള്ളിലേക്കാണ് കയറിപ്പോകുക. എന്നിട്ട് എൻ്റെ കണ്ണെപ്പോഴും ഇതിലൊക്കെയാണ് പോവുക. ഞാനിങ്ങനെ പിങ്കും റെഡും കണ്ട ഞാൻ എടുക്കുന്നതൊക്കെ എപ്പോഴും ആ കളറായിരിക്കും. ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയായിരുന്നു? 3000 4000 ഒക്കെ ഉണ്ടായിരുന്നല്ലേ? യെസ്, ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബോറടിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ചു. സുസുക്കിനെ കയറ്റി ഇതിൻ്റെ മേലെ ഇരുത്തി. സുസുക്കിൻ്റെ പിന്നാലെ ഓടിയിട്ടാണ് ഞാൻ ഇത്ര മെലിഞ്ഞു പോയത്. എൻ്റെ മെലിഞ്ഞതിൻ്റെ രഹസ്യം നിങ്ങൾ പലരും കമൻറ്റിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണ പെണ്ണ് എത്തിയിരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ബാക്കിൽ നിന്ന് കണ്ട് ഹായ് ബൈ ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പെണ്ണിൻ്റെ കൂടെ 2 പേരുണ്ട്. അതൊന്ന് മാമിയും ഒന്ന് ഇളയമ്മയും ഒക്കെയാണ്. നമ്മുടെ കല്യാണ പെണ്ണ് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ബോംബെയിൽ നിന്ന് അവരിപ്പം കഴിഞ്ഞ ആഴ്ച എത്തിയതേ ഉള്ളൂ. എന്നിട്ട് അവളിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് 1 2 3 ഇഷ്ടപ്പെട്ട് അതെടുത്തു. അത് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ട്രൈ ചെയ്യാൻ വേണ്ടി അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ചു ഈ ഒരു സമയത്തൊന്നും ആരും ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ കല്യാണ സിൽക്സ് നിറഞ്ഞിരിക്കുന്നു, ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിറയെ വെഡ്ഡിങ് പാർട്ടീസ്. ഓരോരുത്തർക്ക് വീതം ഡ്രസ്സ് സെറ്റ് ചെയ്ത് അവരെത്ര ഫാസ്റ്റായിട്ടാണ് സാരി സെറ്റ് ചെയ്യുന്നത് നോക്കി. നമ്മളിവിടെ ഒരു സാരി എടുക്കണമെങ്കിൽ 1/2 മണിക്കൂർ കിടന്ന് കടകാലിട്ടടിക്കണം അല്ലേ സുസുക്കി? അങ്ങനെ 3 സാരി സെറ്റ് ചെയ്ത് നോക്കി. അതിൽ 1ാമത്തെ സാരിയാണ് നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സുസുക്കി നോക്കുന്നുണ്ടാ ഇതെന്താണ് എല്ലാവരും കൂടി ചെയ്യുന്നത് മാമീനേന്ന്. അങ്ങനെ ഇത് 1ാമത്തെ സാരി. ഇത് 1ാമത്തെ സാരി തന്നെ. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് എങ്ങനെയുണ്ട് കമൻറ്റ് ബിലോ. ഈ സാരിയാണോ നല്ല രസം, അല്ലെങ്കിൽ അടുത്ത സാരിയാണോ നല്ല രസം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സാരിയാണോ നല്ല രസം, അതിൻ്റെ അപ്പുറത്ത് പെണ്ണിടുന്ന സാരി നോക്കി എന്ത് കളറാകുന്നത്. ഇത് 2ാമത്തെ സാരിയാണേ. ഇതൊരു ക്രോസ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ഇതിലുണ്ടായിരുന്നത്. റെഡ്. എൻ്റെ കല്യാണ സാരി റെഡായിരുന്നു.
നമ്മുടെ അനുഷക്കുട്ടി എടുത്തത് റെഡ് തന്നെ. കല്യാണത്തിനൊരു റെഡാണ് സത്യത്തിലൊരു രസം അല്ലേ. ഇതെന്താ ഇവർ ചെയ്യുന്നത്? കുഞ്ഞു 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 കുഞ്ഞായിട്ട്. ഇത് രണ്ടാമത്തെ സാരിയും സെറ്റായി. ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. സുസുക്കി അതാ തിരിഞ്ഞ് കളിക്കുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റിൽ നിന്ന് നോക്കുന്നുണ്ട്, സാരി ഏതാണ് രസം എന്ന്. ഇത് രണ്ടാമത്തെ സാരി കഴിഞ്ഞ് നമ്മൾ അടുത്ത മൂന്നാമത്തെ സാരി ഉടുക്കാൻ പോവുകയാണ്. ഈ ഒന്നാമത് ഉടുത്ത സാരിയാണ് നമ്മൾ വാങ്ങിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ് വാങ്ങിച്ചത് ആണെന്നാണ് തോന്നുന്നത്. അവർ തരുമ്പം മാറിപ്പോയാവോ? ഇല്ല, അത് ഒന്നാമത്തെ തന്നെ ആയിരിക്കും. അങ്ങനെ ആ സാരിയും സെറ്റ് ചെയ്തു. എല്ലാം ഒരേ റെഡ് കളർ ആയതുകൊണ്ട് ഇത് വേറെ കല്യാണ പെണ്ണാന്നേ നമ്മുടെ കല്യാണ പെണ്ണല്ല. ഇത് കല്യാണ പെണ്ണ് തന്നെയാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ചുറ്റും നിന്ന് നോക്കുന്നുണ്ട, എല്ലാവരും നോക്കുന്നുണ്ട. പാവൻ്റെ അച്ഛൻ നിന്ന് തളർന്ന് അവിടെ ഇരുന്ന് ഫോൺ നോക്കുന്നു. അമ്മയും, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അച്ഛൻ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ കല്യാണ സാരി മാമാക്ക് കഴിഞ്ഞു, അത് സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ സൽക്കാര സാരി എടുക്കാൻ വേണ്ടി പോയി. അവിടുന്ന് കുറേ സാരി നോക്കി 1-2 സെലക്ട് ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു പിങ്ക് കളറ്, പിന്നെ ഒരു ഗ്രീൻ കളറ്, പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പിങ്ക് എടുത്തില്ല. പിങ്ക് അനുഷക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് ചേരില്ല എന്നൊക്കെ അവൾ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഇതാ എടുത്തത്. ഈ വീഡിയോ കാണാൻ രസമുണ്ട് അല്ലേ? ആ ഒരു പച്ച നല്ല രസമുണ്ടല്ലേ, ഡാർക്ക്. അതെ, അങ്ങനെ അതെടുത്ത് വെച്ചിട്ട് സാരീൻ്റെ ചെണ്ട് കെട്ടുവാണ്. അവിടെയുള്ള അവർ തന്നെ ചെണ്ട് കെട്ടി തരും. സാരീൻ്റെ സൈഡിൽ ചെണ്ട് കെട്ടി. പിന്നെ ഞങ്ങളെല്ലാവരും ചുറ്റും ഇരുന്ന് അവർ ഞങ്ങൾക്ക് ചായ കൊണ്ടു തന്നു. ഞങ്ങൾ ചായ കുടിക്കാത്തത് കാരണം അനുഷക്കുട്ടിയും വന്നവർ 3 പേരും കുടിച്ചു. നമ്മളാരും ചായ കുടിക്കാത്ത ആളുകളാണ്. സുസുക്കി മമ്മീൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുത്തു. എന്തിനാ ഈ പൊട്ടിച്ചിരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും അങ്ങനെ പുറത്തേക്ക് പറയാൻ പറ്റാത്ത കുറേ സീക്രട്സ് ആണ്. അയ്യോ, എനിക്ക് അയ്യ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സുസുക്കിയൊക്കെ ചിരി വരുന്നു. അങ്ങനെ വേറെ എന്താ പറയാനുള്ള കാര്യം തന്നെ മറന്നുപോയി. പിന്നെ ഞങ്ങൾ 1-2 ഫോട്ടോ എടുത്തു. എങ്ങനെയുണ്ട് നമ്മുടെ ഫോട്ടോസ്? പിന്നെ ഞങ്ങൾ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ സാരീൻ്റെ ബ്ലൗസിൻ്റെ ലൈനിങ്ങും പാവാടയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു. അച്ഛനും അമ്മയൊക്കെ കൂടി അവിടെ നിന്ന് ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ബടായി പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. എന്താ പറയുന്നത്, ക്രിസ്മസ് ആവാറായില്ലേ, അതുകൊണ്ട് അവിടെ മൊത്തം ക്രിസ്മസിൻ്റെതായ രീതിയിൽ അടിപൊളിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സുസുക്കിക്ക് ബലൂൺ കിട്ടി. എന്നിട്ട് അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. സുസുക്കിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായില്ലേ? സുസുക്കി ഇഷ്ടമായാ? പറ. സുസുക്കി ഒന്നും പാതിയുന്നില്ല. സുസുക്കി പുറത്ത് പോയാൽ മാത്രം വെച്ചപ്പാടാം. അയ്യോ എൻ്റെ ബലൂൺ കഴിഞ്ഞു പോയേ പറയുന്നുണ്ട്. എന്ത് രസമാണല്ലേ ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത് കാണാൻ. അടിപൊളി. അത് കഴിഞ്ഞ് നമ്മളല്ല ബില്ലിങ്ങൊക്കെ ചെയ്ത് നമ്മളവിടെ നിന്നും ഇറങ്ങി. അടുത്തത് നമ്മളെവിടെയാണ് പോയത്? ഇത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോഴേക്കും ഒരു 1:30-2 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നേരെ മലയാറ്റൂർ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പോയി. അച്ഛൻ പറഞ്ഞു അവിടെ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ പോയത്. പോകാനാകുമ്പോൾ പിന്നെ നമുക്ക് എല്ലാവരും നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന്
1 2 ഫോട്ടോ എടുത്തില്ല. ആ ഫോട്ടോ എടുത്തു. ഇതാ സുസുക്കി പെണ്ണിൻ്റെ ഫോട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി നിന്നിട്ട് 1 2 ഫോട്ടോ എടുത്തു. കണ്ടാ നല്ല രസമല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തു വീണ്ടും. നോക്ക് എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. ഹായ്. നല്ല പൊട്ടിപ്പൊരിയുന്ന വെയിലാണ് മക്കളെ. നമ്മൾ കാറിലിങ്ങനെ പോയി ഹോട്ടലിലെത്തി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലൂടെ പോയിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുത്തു. അവർക്കൊക്കെ തിന്നുമ്പോൾ ഭയങ്കരമായ നാണം തോന്നി. വീഡിയോ എടുക്കുന്ന അനുഷ കണ്ടില്ല. അതുകൊണ്ട് എല്ലാവരും മീനിങ്ങനെ കട്ട് ചെയ്ത് പെട്ടെന്ന് അവളെ അനുഷ കണ്ടത് ഈ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അപ്പം തന്നെ മീനിൽ നിന്ന് കൈയെടുത്ത് മാറ്റി ചോറുന്നാൻ തുടങ്ങി. വീണ്ടും നടന്നില്ല. പൊട്ടിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അതുകൊണ്ട് ഒഴിവാക്കി. പിന്നെ അനുഷ വന്നിട്ട് ഞാൻ ചോറ് തിന്നുന്നതിൻ്റെ വീഡിയോ എടുത്ത് തന്നു. ഞാൻ തിന്ന് കഴിയാൻ ഏറ്റവും ലേറ്റാവും. സ്നേഹയും അച്ഛനൊക്കെ തിന്ന് കഴിഞ്ഞു. അച്ഛൻ എന്നെ ചീത്ത പറയുന്നത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ പെണ്ണിന് മതി തോന്നുവാട് തിന്ന് നിർത്ത് എന്നാണ് അച്ഛൻ ഈ പറയുന്നത്. അതെന്താ അത് കാണാത്തതാവോ? അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും തിന്ന് കഴിഞ്ഞ് ചെരുപ്പ് വാങ്ങിക്കാൻ പോയി. ചെരുപ്പ് വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അനുഷൻ്റെ അവർക്ക് പോകാനുള്ള ട്രെയിൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് അവർ എന്നിട്ട് വേഗം പോയി. അത് ഓടിപ്പോകുന്നത് കണ്ടാ. പിന്നാലെ അമ്മയും സുസുക്കിയും കൂടി ഓടിപ്പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി നോക്കി. പിന്നെ കുറേ ചോളി പിന്നെ അങ്ങനെ എന്തൊക്കെയോ നോക്കി. പിന്നെ സുസുക്കിൻ്റെ പിന്നാലെ കുറേ സമയം ഓടി. സുസുക്കിനെ കാണുന്നില്ല. സ്നേഹയും സുസുക്കിനെ പരതുന്നു, ഞാനും സുസുക്കിനെ പരതുന്നു. സുസുക്കി അങ്ങിങ് ഓടി. പിന്നെ നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് മാറി ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലേക്ക് വന്നു. ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലേക്ക് വന്നപ്പോഴുണ്ടടാ ഫ്രണ്ടിൽ നിറയെ ജ്യൂസുകൾ. ഇതൊക്കെ ജ്യൂസ് അത് പൈനാപ്പിൾ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ ചിക്കു ഷേക്ക്, എന്തൊക്കെയോ സാധനങ്ങൾ. ഞങ്ങൾ ചോദിച്ചത് എന്താ നോക്കുമ്പോൾ നമ്മൾ പോയില്ല, നമുക്ക് വേണ്ടെന്ന് വെച്ചു. പിന്നെ മനസ്സിലായി അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട്. ഫ്രീ എന്ന് കേട്ടാൽ പിന്നെ പോകാതിരിക്കുക, നമ്മൾ ചാടി വീണില്ലേ. പോയിട്ട് ഞാൻ പൈനാപ്പിൾ ജ്യൂസ് ഓടിച്ചു, സ്നേഹ പൈനാപ്പിൾ ജ്യൂസ് ഓടിച്ചു, അമ്മ വാട്ടർമെലൺ ജ്യൂസ് ഓടിച്ചു. എന്നിട്ട് ജ്യൂസെല്ലാം കുടിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറി. പിന്നെ അമ്മയും അച്ഛനും മുണ്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ബോറടിച്ചൊരു സ്ഥലത്ത് ഇരുന്ന്. എങ്ങനെ ഇരിക്കാതിരിക്കും? രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം സമയം രാത്രി 8 മണി. എന്നിട്ട് എൻ്റെ ആ ഒരു ഫ്രഷ് ലുക്ക് കണ്ട എൻ്റെ മുഖത്തെ, അതാണ് മേക്കപ്പ് സീക്രട്ട്. ആവശ്യമുള്ളവർ കമൻറ്റ് ബിലോ ഞാൻ പറയുന്നതാണ്. എൻ്റെ ലിപ്സ്റ്റിക് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ബിലോ പറയൂ. കാരണം എൻ്റെ അച്ഛനും അമ്മയും പൂവരെ ചീത്ത പറയുന്നു. എന്താ ഞാൻ ഇത്ര ഡാർക്കായി ലിപ്സ്റ്റിക് ഇട്ടിരുന്നെല്ലാം പറഞ്ഞിട്ട് ചീത്ത പറയുന്നു. പിന്നെ അച്ഛനും അമ്മയും കൂടി മുണ്ട് നോക്കാൻ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറോളം എടുത്ത് 3 മുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് കാണുന്ന മുണ്ടെല്ലാം ഒരുപോലെയാണ് ഉള്ളത്. സാരിയും ബാക്കി എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ വേറെ ഉണ്ടാവുന്നതായിരിക്കും. ഇതിലെന്ത് വ്യത്യാസമുള്ളത്? എല്ലാം ഒരുപോലെ, പൈസ മാത്രമുണ്ട് വ്യത്യാസം. അങ്ങനെ അവർ കുറേ പരത്തിക്കൊണ്ടിരുന്നു. നമ്മളെല്ലാം ബോറടിച്ച് അങ്ങും ഇങ്ങും നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് സമയം കഴിഞ്ഞ് നമ്മൾ കുറേ സമയത്ത് ബോറടിച്ച് അവിടെ ഇരുന്ന്. അമ്മ എണീച്ച് പോയിട്ട് അച്ഛനത് ഒറ്റക്ക് നോക്കുന്നതായിട്ട് അമ്മേനെ എന്തി പറഞ്ഞേച്ച്. വീഡിയോ എടുത്ത് എൻ്റെ ഫോണിലത്തെ ചാർജ് വരെ തീർന്നു മക്കളെ. നിങ്ങൾ അറിഞ്ഞാ? ലാസ്റ്റ് വീട്ടിലെത്തുമ്പം 18% ചാർജ് ഉണ്ടായിരുന്നത്. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പൈനാപ്പിൾ ജ്യൂസൊക്കെ കിട്ടിയതുകൊണ്ട് വിശപ്പ് ചെറുതായിട്ടങ്ങ് മാറി. എന്നാലും നമ്മൾ എന്തെങ്കിലും ഫലൂദ തിന്നണം വല്ലാത്ത ഒരു തോന്നലുമായിട്ട് ഫലൂദ വാങ്ങിക്കാൻ വേണ്ടി ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലെ ഫ്രണ്ടിലെടുത്തൊരു ഷോപ്പിൻ്റെ വരുന്ന ഫലൂദ സെൻറ്ററിൻ്റെ നോക്കിയില്ല, പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോഴേക്കും സുസുക്കി തളർന്നുറങ്ങിപ്പോയി. പാവന സുസുക്കി ഉറങ്ങിയിട്ട് ഞാനിങ്ങനെ എടുത്ത് നിന്നു. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ? നിങ്ങളെല്ലാവരും എന്തൊക്കെ ഒന്ന് പറയും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളും പെട്ടികളും എല്ലാമായി
എൻ്റെ അമ്മ നടന്ന് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഇനി അടുത്തതായി നിങ്ങൾ കാണുന്നത്. ഇനി ഇതിൽ ഏതാ നമ്മളെ കാറെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അച്ഛൻ കാർ എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ കാറിലേക്ക് കയറി. പിന്നെ ഫലൂദേൻ്റെ അടുത്ത് പോയി ഫലൂദ കഴിക്കാൻ തുടങ്ങി. അടിപൊളിയല്ലേ? പിന്നെ ഇതിലേറ്റവും വലിയ അഭിമാനകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫലൂദ വാങ്ങിക്കൊടുത്തത് ഞാനാണ് എൻ്റെ അച്ഛനും അമ്മക്കും കൂടി സ്വന്തം പൈസ എടുത്തിട്ട് ഫലൂദയും തിന്നത് സാൻഡ്വിച്ചും. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് ഏതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.